ഗാസ പ്രശ്നം തുടരുമ്പോൾ തന്നെ ലോകം മറ്റൊരു യുദ്ധഭീതിയിലേക്ക് നീങ്ങുകയാണോ എന്നുള്ളതാണ് അന്തർദേശീയ രംഗം ഉറ്റുനോക്കുന്നത്. കാരണം മധ്യപൂർവേഷ്യയിൽ നടക്കുന്ന ഏറ്റവും നാടകീയമായ രംഗങ്ങൾ ഒരുപക്ഷെ ഏറ്റവും ആശങ്ക ഉണർത്തുന്നതാണ് എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോൾ ഇറാനും ഇസ്രായേലും വർഷങ്ങളായി തുടർന്നു വരുന്ന നിഴൽ യുദ്ധം ഏതാണ്ട് വലിയ ഒരു അനിശ്ചിതാവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. ഏത് സമയവും ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കപ്പെടാം എന്നുള്ളതാണ് സ്ഥിതി. പ്രത്യേകിച്ച് തുടരെ ഉണ്ടായിട്ടുള്ള ചില സംഭവങ്ങൾ എന്ത് തരത്തിലും തങ്ങൾ ഇസ്രായേലിനെ തിരിച്ചടിക്കുമെന്നുള്ള നിലപാടിലേക്ക് ഇറാനെ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ അടുത്ത കാലത്തായി പാലസ്തീൻ്റെ മുൻ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ ഹമാസിൻ്റെ ഒക്കെ വളരെ വലിയ രാഷ്ട്രീയ നേതാവും ഒക്കെ ആയിരുന്ന ഇസ്മായിൽ ഹാനിയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ വധം തന്നെയാണ് ഒരുപക്ഷെ ഇറാനെ ഇത്തരത്തിലുള്ള ചിന്തയ്ക്ക് പ്രേരിപ്പിച്ചത്. നേരത്തെ നമുക്കറിയാം, സിറിയയിലെ ഡമാസ്കസിൽ ഇറാൻ എംബസി ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട് അവർ തിരിച്ചടിച്ചിരുന്നു, അവർ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. അതിനെ ശക്തമായി ചെറുക്കുവാൻ ഇസ്രായേലിന് കഴിയുകയും ചെയ്തു. എന്നാൽ പിന്നീട് ഈ ഹാനിയയുടെ വധം എന്ന് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു തിരിച്ചടി തന്നെയായിരുന്നു. അവരുടെ രാഷ്ട്രീയപരമായി വളരെ ഔന്നത്യമുള്ള ഒരു നേതാവാണ് വധിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. മൊസാദിലേക്ക് തന്നെയാണ് സംശയത്തിന്റെ കണികകൾ എത്തിച്ചേരുന്നത്. കാരണം ചില വാർത്തകളൊക്കെ ടൈംസ് ഓഫ് ഇന്ത്യ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നേരത്തെ തന്നെ അദ്ദേഹം താമസിച്ചിരുന്ന ഹോട്ടലുകൾ മനസ്സിലാക്കുകയും അവിടെ ബോംബ് സ്ഥാപിക്കുകയും ചെയ്തുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതല്ല, ഷോർട്ട് റേഞ്ച് മിസൈൽ ഉപയോഗിച്ചാണ്, വളരെ ദീർഘദൂരമല്ല ഹ്രസ്വ ദൂര മിസൈലുകൾ ഉപയോഗിച്ചു അദ്ദേഹത്തെ വധിച്ചു എന്നുള്ളതാണ്. മറ്റേ റിമോട്ട് നിയന്ത്രിതമായിട്ടുള്ള മിസൈലുകൾ ഉപയോഗിച്ചു കൊന്നു എന്നുള്ളതാണ് വാർത്തകൾ വരുന്നത്. എന്ത് തന്നെ ആയാലും ഇതൊക്കെ ചെയ്തത് ഇസ്രായേൽ ആണെങ്കിലും ഇതിൻ്റെയൊക്കെ മാസ്റ്റർ ബ്രെയിൻ അമേരിക്കയാണ് എന്നുള്ള തരത്തിലാണ് നേരത്തെ പ്രത്യേകിച്ച് ട്രംപിനെ വധിക്കുവാനുള്ള ഒരു ശ്രമം ഇറാൻ നടത്തിയിട്ടുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. അതിന് കാരണം ഒരുപക്ഷെ നേരത്തെ ഉണ്ടായിരുന്ന ഹമാസിന്റെ തന്നെ ഒരു പരമോന്നതമായിട്ടുള്ള കമാൻഡറെ വധിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ട്രംപിന്റെ സമയത്താണ് അദ്ദേഹം വധിക്കപ്പെട്ടത്. അപ്പൊ ഇങ്ങനെ തുടർച്ചയായി ഷാഡോ യുദ്ധം അല്ലെങ്കിൽ നിഴൽ യുദ്ധം അമേരിക്കയും ഇറാനും ഇസ്രായേലും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇസ്രായേലും ഇറാനുമായി ബന്ധപ്പെട്ട് തുടരുന്ന നിഴൽ യുദ്ധങ്ങൾക്ക് ധാരാളം വർഷത്തെ പഴക്കമുണ്ടെങ്കിലും ഈ തുടരെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ ഏതാണ്ട് അവരെ വളരെ വലിയ ഒരു അസന്നിഗ്ധാവസ്ഥയിലേക്കാണ് കൊണ്ടുചെന്നെത്തിച്ചത്. നമുക്കറിയാം, ഗാസയിൽ സംഘർഷങ്ങൾ ഏതാണ്ട് 1200ഓളം ഇസ്രായേലുകൾ വധിക്കപ്പെട്ടപ്പോൾ അതിന് തിരിച്ചടി എന്നോണം ഔദ്യോഗികമായ കണക്കനുസരിച്ച് ഏതാണ്ട് 40,000-ഓളം ആളുകളാണ് അവർക്കാണ് ഈ പലസ്തീനിൽ തങ്ങളുടെ ജീവിതം നഷ്ടപ്പെട്ടിട്ടുള്ളത്. എന്തായാലും അടിക്ക് തിരിച്ചടി തന്നെയാണ് എപ്പോഴും ഇസ്രായേൽ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ എന്നുള്ളത് ഹമാസ് മറന്നു പോയി എന്നുള്ളതിൻ്റെ ഒരു ഫലമാണ് ഇപ്പോൾ അവർ അനുഭവിക്കുന്നത്. ഏതാണ്ട് പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഹമാസിന്റെ ആക്രമണം നടക്കുകയും അതിന് തിരിച്ചടി എന്നോണം ഒട്ടും പിന്മാറാതെ ഇസ്രായേൽ മുന്നോട്ട് പോവുകയും ചെയ്തത്. ഇപ്പോൾ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ഈ സംഘർഷം തീർച്ചയായും അവരുടെ പരമോന്നത നേതാവായിട്ടുള്ള ഹിസ്ബുൾ കമാൻഡർ ഇതിനോടൊപ്പം വധിക്കപ്പെട്ടു. അതുപോലെ തന്നെ അവരുടെ രാഷ്ട്രീയ കാര്യങ്ങളുടെ പരമോന്നത നേതാവായ ഈ ഹനിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അവരുടെ ചർച്ചകളെല്ലാം, അതായത് ഹമാസുമായി ബന്ധപ്പെട്ട ചർച്ചകളെല്ലാം മുന്നിൽ നിന്ന് നയിച്ചിരുന്നത് അദ്ദേഹമായിരുന്നു എന്നുള്ളതാണ്. പലപ്പോഴും അമേരിക്കയുമായിട്ടും അതുപോലെ തന്നെ ഇസ്രായേലുമായിട്ടും ഒക്കെ ബന്ധപ്പെടുത്തുകൊണ്ടുള്ള ചർച്ചകൾക്കൊക്കെ നേതൃത്വം വഹിച്ചിരുന്ന ആളായിരുന്നു അദ്ദേഹം. ഒരു മിതവാദി എന്ന്, പലപ്പോഴും തീവ്രവാദി ആയിരുന്നെങ്കിലും പക്ഷേ അവരുടെ ഇടയിൽ, ഹിസ്ബുളിനിടയിൽ പ്രധാനമായും അതൊരു മിതവാദിയായ നേതാവായിട്ടാണ് അദ്ദേഹം അറിയപ്പെട്ടത്. എന്തായാലും അവിടുത്തെ പരമോന്നത നേതാവായിട്ടുള്ള അദ്ദേഹം വധിക്കപ്പെട്ടത് ഒരുപക്ഷെ അവർ ഏറ്റവും ഗൗരവതരമായ ഒരു വിഷയമായിട്ടാണ് എടുത്തിട്ടുള്ളത്. അദ്ദേഹം ഇറാന്റെ പുതിയ പ്രസിഡന്റ് സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള ഒരു ചടങ്ങിൽ അതിഥിയായിട്ടാണ് അവിടെ എത്തുന്നത്, ടെഹ്റാനിൽ എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ വെച്ച് അദ്ദേഹം വധിക്കപ്പെടുമ്പോൾ ഈ പ്രശ്നത്തിന്റെ അല്ലെങ്കിൽ കാര്യത്തിന്റെ ഗൗരവം കുറച്ചുകൂടി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ അടിക്ക് തിരിച്ചടി ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഇറാൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ഒരു തരത്തിലുള്ള, എന്നാൽ അവസാനം ചില നിർദ്ദേശങ്ങൾ അവർ മുന്നോട്ട് വെച്ചതായിട്ടുള്ള വാർത്തകൾ വന്നിട്ടുണ്ട്. അതായത് ഖത്തറിലും ദോഹയിലും ഒക്കെ ആയിട്ട് പലതരത്തിലുള്ള, ഈജിപ്തിലുമായിട്ടൊക്കെ പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ള ചർച്ചകൾക്ക് ശേഷം ലോകം കാത്തിരിക്കുകയാണെന്ന് സംഭവിക്കുന്നു എന്നറിയാൻ. കാരണം ഒരു വശത്ത് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കാൻ കോപ്പ് കൂട്ടുന്നു, അതിനു വേണ്ടുന്നുള്ള പരിശ്രമങ്ങൾ നടത്തുന്നു എന്ന് എല്ലാ ഇന്റലിജൻസ് സംവിധാനങ്ങളും റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇന്ത്യ ഉൾപ്പെടെ അവിടേക്കുള്ള വിമാന സർവീസുകൾ
റദ്ദാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അമേരിക്ക അതിന്റെ പൗരന്മാരോടൊക്കെ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രിട്ടൻ, ഫ്രാൻസ്, ഇറ്റലി ഒക്കെ അവിടുത്തെ തങ്ങളുടെ പൗരന്മാരോട് മാറി നിൽക്കുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല അവിടെ അവർ തിരിച്ചടിക്ക് ഒരുങ്ങുന്നു എന്നുള്ളത് വളരെ വ്യക്തമായ വാർത്തകൾ അമേരിക്ക പുറത്തുവിടുകയും ചെയ്തു. അവരത് കാത്തിരിക്കുക കൂടിയാണ്. കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ തിരിച്ചടിക്ക് ഏത് തരത്തിലുള്ള ഒരു പിന്തുണയും ഇസ്രായേലിന് നൽകുക എന്നുള്ളൊരു ബാധ്യത കൂടി അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കാരണം പലപ്പോഴും അവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ ശക്തമായ പിന്തുണയാണ് അമേരിക്ക നൽകിയിട്ടുള്ളത് എന്ന് മാത്രമല്ല ലോകരാജ്യങ്ങളുടെ പലതിൻ്റെയും പിന്തുണ ഉറപ്പുവരുത്താൻ കൂടി അമേരിക്ക പരിശ്രമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. അമേരിക്ക തങ്ങളുടെ പ്രധാനപ്പെട്ട വിമാനവാഹിനി കപ്പലായ USS അബ്രഹാം അങ്ങോട്ടേക്ക് അയച്ചതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. അവര് പല തരത്തിലാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നത്തെ അവർ നോക്കിക്കാണുന്നത്. ഏത് തരത്തിലും ഇറാനെ ഇതോടുകൂടി പ്രതിരോധിക്കേണ്ട ഒരു ആവശ്യം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ് നിരന്തരമായി അവർ ഉയർത്തുന്ന വെല്ലുവിളി. എന്നാൽ ഇപ്പോൾ അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യം ഒരുപക്ഷെ ഇസ്രായേൽ ഈ ആക്രമണം അവസാനിപ്പിക്കുകയാണെങ്കിൽ ഹമാസ് ബന്ദികളാക്കിയവരെയും മറ്റുള്ളവരെയും ഒക്കെ വിടുന്നതിനെ കുറിച്ച് ആലോചിക്കാമെന്നുള്ള ഒരു വാക്ക് അവർ നൽകുന്നുണ്ട്. എന്നാൽ ഒരു തരത്തിലും ഈ ആക്രമണം നിർത്തുവാൻ ഇസ്രായേൽ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ്. അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഒരർത്ഥത്തിൽ ഇസ്രായേലിന് മുകളിൽ ഈ പലസ്തീനെതിരെയും ഹമാസിനെതിരെയുള്ള ആക്രമണം ഒരല്പം അയവ് വരുത്തണം എന്നുള്ള തരത്തിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. എങ്കിലും അതിനൊന്നും വഴങ്ങാതെ തന്നെയാണ് ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ കിട്ടുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ എല്ലാ തരത്തിലുള്ള യുദ്ധസന്നാഹങ്ങളും സഹായങ്ങളും ഇസ്രായേലിന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അമേരിക്കയുടെ വിമാനവാഹിനി കപ്പൽ അവരെ സഹായിക്കുവാൻ പുറപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ പല സൈനിക മേധാവികളോടും ഒരുങ്ങിയിരിക്കുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അമേരിക്കയുടെ സെൻട്രൽ കമാൻഡിൽ നിന്ന് വേണ്ടുന്ന പിന്തുണ നൽകുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളുടെ പിന്തുണകൾ ഉറപ്പാക്കുന്നതിന് ഒരു വശത്ത് ഇസ്രായേൽ ഇറാൻ കോപ്പുകൂട്ടുമ്പോൾ അവർക്ക് പരോക്ഷ പിന്തുണയുമായി റഷ്യയും ചൈനയും നിൽക്കുന്നു. എന്നാൽ മറുവശത്ത് അമേരിക്കയുടെ നേതൃത്വത്തിൽ ഒട്ടേറെ രാജ്യങ്ങൾ ഇസ്രായേലിന് പിന്തുണയുമായി നിൽക്കുന്നു എന്നുള്ളതാണ്. ഈ മധ്യപൂർവേഷ്യയിൽ ഉണ്ടായിട്ടുള്ള ഈ മാറ്റങ്ങൾ ഒരുപക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ ഭീതി ജനിപ്പിക്കുന്ന ഒന്നാണെന്ന് പറയേണ്ടി വരും. ഇതൊരു ലോക മഹായുദ്ധത്തിലേക്ക് തന്നെ മാറുമോ എന്നുള്ള പേടി പോലും പലരുടെയും മുന്നിലുണ്ട് എന്നുള്ളതാണ്. എന്നാൽ അത്തരത്തിലുള്ള ഒരു യുദ്ധത്തിലേക്ക് പോകുവാനുള്ള സാധ്യത വളരെ വിരളമാണ്. ഒരുപക്ഷെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു മിതമായിട്ടുള്ള തരത്തിലുള്ള ചില യുദ്ധങ്ങളിലേക്ക് നീങ്ങുവാനുള്ള നമ്മൾ അത് അന്തർദേശീയ രാഷ്ട്രീയത്തിൽ പ്രത്യേക ഈ സർജിക്കൽ സ്ട്രൈക്ക് എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ലിമിറ്റഡ് ആയിക്കൊണ്ട് ഒരു പ്രത്യേക മേഖലയെ മാത്രം ഉന്നം വെച്ചുകൊണ്ടുള്ള ചില യുദ്ധങ്ങളൊക്കെ ഒരുപക്ഷെ സംഭവിക്കാനുള്ള സാധ്യതയും ഇത്തരത്തിൽ ഒഴിച്ചുകൂടാൻ കഴിയില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് എല്ലാ ഇന്റലിജൻസ് സംവിധാനങ്ങളും എല്ലാ രാജ്യങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാൻ തിരിച്ചടിക്ക് ഒരുങ്ങുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പരമോന്നതമായിട്ടുള്ള ഒരു നേതാവിനെ കൊലപ്പെടുത്തി എന്നുള്ളത് മാത്രമല്ല, അവരുടെ ഒരു അതിഥിയെ കൂടിയാണ് അമേരിക്കയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അമേരിക്കയുടെ പിന്തുണയോടുകൂടി ഇസ്രായേൽ വകവരുത്തിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കാസിം സുലൈമാനിയെ വധിച്ചതുമായി ബന്ധപ്പെട്ട് ട്രംപിനെതിരെ ആക്രമിക്കാൻ പദ്ധതിയിടുന്നു എന്നുള്ള വാർത്തകൾ അവിടുത്തെ ഇന്റലിജൻസ് നൽകിയിട്ടുള്ളതാണ്. എന്നാൽ ഇപ്പോൾ വരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ തിരിച്ചടിഞ്ഞ് ഒരുങ്ങുകയാണ് ഇറാൻ. അതുകൊണ്ട് തന്നെ അവരെ ഏത് തരത്തിലും പരാജയപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശങ്ക ജനിപ്പിക്കുന്ന ഒരു കാര്യം ചെങ്കടലുമായി ബന്ധപ്പെട്ടതാണ്. യുദ്ധം നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചെങ്കടൽ വളരെ പ്രശ്നമുള്ള ഒരു പ്രദേശമായി മാറുകയും ഏതാണ്ട് ലോകത്തെ 12% ചരക്ക് ഗതാഗതവും ഈ ചെങ്കടലിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അത് ഇന്ത്യക്ക് ആശങ്ക ഉണ്ടാക്കുന്നതാണ്. പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഓയിൽ വിതരണ സംവിധാനവുമായി ബന്ധപ്പെട്ട് നമ്മൾ തുടർച്ചയായി മറ്റു രാജ്യങ്ങളെയൊക്കെ ഓയിലിനെ ആശ്രയിക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ വിതരണവുമായി ബന്ധപ്പെട്ട ചില തടസ്സങ്ങളൊക്കെ ഈ മേഖലയിൽ വരുവാനുള്ള സാധ്യത തന്നെയാണ് ഇന്ത്യ കാണുന്നത്. എന്തായാലും മധ്യപൂർവേഷ്യയിൽ നടക്കുന്ന ഈ മാറ്റങ്ങൾ ഒരുപക്ഷെ അല്ലെങ്കിൽ ഈ സംഘർഷാവസ്ഥ ലോകത്തെ ഒരു ആശങ്കയുടെ മുൾമുനയിൽ നിർത്തുന്നു എന്നുള്ളതാണ് വാസ്തവം. ഇറാനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ, പ്രത്യേകിച്ച് വളരെ വലിയ ഹമാസിന് ഉൾപ്പെടെയുള്ള സംഘടനകൾക്ക് പിന്തുണ നൽകിക്കൊണ്ട് നടത്തുന്ന മുന്നേറ്റങ്ങൾ, ആ മുന്നേറ്റങ്ങളെ പ്രതിരോധിക്കേണ്ടത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദേശ താല്പര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാനം തന്നെയാണ്. ഒരിക്കൽ കടന്നു കയറി ആക്രമിക്കപ്പെട്ട ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഹമാസ് അപ്രതീക്ഷിതമായാണ് അവരുടെ 1200 പൗരന്മാരെ വകവരുത്തിയത്. അതിന് തിരിച്ചടി എന്ന് പറയുക എന്നുള്ളത് അങ്ങേയറ്റം തങ്ങൾക്ക് കഴിയാവുന്ന വിധമെല്ലാം
നൽകും എന്ന് അറിയാവുന്ന ഇറാൻ എന്തുകൊണ്ട് അങ്ങനെ ഒരു കാര്യം മുതിർന്നു എന്നുള്ളത് ലോകം ആശങ്കയോടെ കണ്ടതാണ്. എന്തായാലും അതിനുശേഷം 40,000-ഓളം പലസ്തീനികളെ വധിക്കപ്പെടുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഹമാസിനെ ഏത് തരത്തിലും ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി തന്നെയാണ് ഇസ്രായേൽ മുന്നോട്ട് പോയിരിക്കുന്നത്. ഇപ്പോൾ അവർക്ക് ലോകം വലിയ പിന്തുണ നൽകിയിരിക്കുകയാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇറാനെ ഒതുക്കി നിർത്തേണ്ടതിന്റെ ഒരാവശ്യകത അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഏത് തരത്തിലുള്ള പിന്തുണയും ഇസ്രായേലിന് നൽകുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ഖാനിയെ വധിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ മുഴുവൻ തരത്തിലുള്ള സംവിധാനങ്ങളും അമേരിക്ക നൽകിയിട്ടുണ്ട് എന്നാണ് വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഒരു കാര്യം സൂചിപ്പിക്കപ്പെടാതെ നിർവാഹമില്ല. ഡമാസ്കസിൽ അവരുടെ എംബസിക്ക് നേരെ നടത്തിയ ആക്രമണത്തിൽ, ഇറാന്റെ എംബസിക്കെതിരെ നടത്തിയ ആക്രമണത്തിന് വിരുദ്ധമായി ഇറാൻ തിരിച്ച് ആക്രമണം നടത്തിയ പ്രത്യാക്രമണം നടത്തി ധാരാളം ഡ്രോണുകളും മിസൈലുകളും ഒക്കെ വർഷിച്ചപ്പോൾ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഇസ്രായേലിന്റെ സൈന്യമല്ല അത് പ്രതിരോധിച്ചത്, അമേരിക്കൻ സംവിധാനങ്ങളാണ് അത് പ്രതിരോധിച്ചത് എന്നുള്ള വാർത്തകൾ പോലും പുറത്തു വന്നിരുന്നു. കാരണം അവരുടെയൊക്കെ മിസൈലുകൾ പിടിച്ചെടുക്കുന്നതിനും ഡ്രോണുകളെ വീഴ്ത്തുന്നതിനും അതുപോലെ തന്നെ അൺമാൻഡ് വെഹിക്കിൾ ഉപയോഗിച്ച് ആളുകളില്ലാത്ത മിലിറ്ററി സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവരുടെയൊക്കെ പല ആയുധങ്ങളെയും നിഷ്പ്രഭമാക്കുവാൻ ഇസ്രായേലിന് സാധിച്ചു എന്നുള്ളതാണ് അന്ന് റിപ്പോർട്ട് ചെയ്തത്. എന്തായാലും വളരെ ശക്തമായ, ഇതുവരെ ഉപയോഗിക്കാത്ത ആയുധങ്ങൾ ഉപയോഗിച്ചായിരിക്കും തങ്ങൾ യുദ്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളതാണ് ഇറാൻ വ്യക്തമാക്കിയിട്ടുള്ളത്. തിരിച്ചടി നൽകും എന്ന് തന്നെയാണ് അവർ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ പാരീസ് ഒളിമ്പിക്സ് തുടക്കം കുറിച്ചതുകൊണ്ടാണ്, നടക്കുന്നതുകൊണ്ടാണ് ഒരല്പം അത് വൈകിച്ചതെന്ന് ലോകം ഉറ്റുനോക്കുകയാണ്. അത് അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അധികം വൈകാതെ യുദ്ധം ഉണ്ടാകും തന്നെയാണ് ഉറച്ചു വിശ്വസിക്കുന്നത്. എന്നാൽ അവർ പരമാവധി അങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് പോയാലും തങ്ങൾക്ക് വലിയ തിരിച്ചടി നേരിടും എന്നുള്ള കാര്യത്തിൽ അവർക്ക് സംശയമൊന്നും വേണ്ട. കാരണം അമേരിക്കയും ഇസ്രായേലും കൂടി ചേർന്നാൽ ഒരുപക്ഷെ പിടിച്ചു നിൽക്കുവാൻ ഒരു കാരണവശാലും ഇറാന് കഴിയില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു യുദ്ധം അവർ തിരഞ്ഞെടുക്കുമോ എന്നുള്ളതാണ് ലോകം ആശങ്കയോടെ കാത്തിരിക്കുന്നത്. എന്നാലും ഈ യുദ്ധത്തിന് ഇപ്പോൾ നടത്തിയിട്ടുള്ള തിരിച്ചടികൾക്ക്, അമേരിക്ക നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ ഇസ്രായേൽ നടത്തിയിട്ടുള്ള ഈ അടികൾക്ക് ഒരു മറുപടി കൊടുക്കാതെ ഒരർത്ഥത്തിലും അന്തർദേശീയ രംഗത്ത് തങ്ങളുടെ ഇഷ്ടങ്ങളെയും തങ്ങളുടെ ഇഷ്ടക്കാരെയും തൃപ്തിപ്പെടുത്തുവാൻ ഇറാന് കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ചില നീക്കങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായേക്കാം. പരമാവധി യുദ്ധത്തിലേക്ക് പോകാതിരിക്കുവാൻ ഉള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് നടത്തുന്നുണ്ട്. കാരണം അവർ ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുകയാണ്. ഞങ്ങൾ ബന്ധുക്കളാക്കിയോട്ടെ ഒക്കെ വിട്ടയക്കാം, നിങ്ങൾ യുദ്ധം നിർത്തണം, യുദ്ധം നിർത്തിയാൽ ഞങ്ങൾ ഇതൊക്കെ ചെയ്യാമെന്ന് പറയുകയാണ്. പക്ഷേ അതിനൊന്നും, അത്തരത്തിലുള്ള വിട്ടുവീഴ്ചകൾക്കൊന്നും ഇസ്രായേൽ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. മാത്രമല്ല, പരമാവധി ബൈഡനെ ഉൾപ്പെടെയുള്ളവരെ കൊണ്ട് വളരെ വലിയ സമ്മർദ്ദം ചെലുത്തുവാനാണ് നോക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം, ബൈഡനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വിമർശനം ഏൽക്കേണ്ടി വന്നു. പ്രത്യേകിച്ച് റഷ്യയും ഉക്രൈനുമായിട്ടുള്ള സംഘർഷം തടയുന്നതിൽ ബൈഡൻ പരാജയപ്പെട്ടു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ യുദ്ധവും കൂടി അങ്ങനെ ബൈഡൻ പരാജയപ്പെടേണ്ടി വന്നാൽ അതൊരു പക്ഷേ രാഷ്ട്രീയമായ തിരിച്ചടികൾ ബൈഡൻ ഉണ്ടാക്കിയേക്കാം. അമേരിക്കയിൽ തന്നെ ഇപ്പോൾ തന്നെ അവിടെ നടക്കുന്ന പ്രസിഡന്റൽ തെരഞ്ഞെടുപ്പിൽ നിന്ന് അദ്ദേഹത്തിന് വലിയ തിരിച്ചടി നേരിടുകയും അദ്ദേഹം മത്സരിക്കുന്നതിന് മുമ്പ് തന്നെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുകയും ഒക്കെ ചെയ്തൊരു സാഹചര്യം അമേരിക്കയിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും ഇത് വളരെ വലിയ ദോഷം ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സംഘർഷം ഉണ്ടാകാതിരിക്കുവാൻ ഒരു വലിയ സമ്മർദ്ദം ബൈഡന്റെ മുന്നിലുണ്ട്. അതേസമയം തന്നെ എന്ത് വില കൊടുത്തും ഇറാന്റെ ഈ ചെയ്തികളെ ചെറുക്കുവാനുള്ള ശ്രമങ്ങൾ അവർ നടത്തും. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടി കൂടാതെ അന്തർദേശീയ രംഗത്ത് തങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരെ തൃപ്തിപ്പെടുത്താനാവില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള മുന്നേറ്റത്തിനും ഇറാൻ തയ്യാറെടുക്കുകയാണ് എന്നുള്ളത് തന്നെയാണ് വാസ്തവം. യഥാർത്ഥത്തിൽ പല വിഘടനവാദ ഗ്രൂപ്പുകളുമായി ചേർന്നുകൊണ്ട്, ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള ഗ്രൂപ്പുകളുമായി ചേർന്നുകൊണ്ട് എങ്ങനെ ഒരു ശക്തമായ ആക്രമണം നടത്താൻ കഴിയും എന്നതിനെ സംബന്ധിച്ചിടത്തുള്ള അന്തിമാലോചനകളിലൂടെയാണ് ഇറാൻ കടന്നു പോകുന്നത് എന്നുള്ള വാർത്തകളാണ് എല്ലാ ഇന്റലിജൻസ് സംവിധാനങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മിക്ക പ്രധാനപ്പെട്ട രാജ്യങ്ങളും അവരുടെ ഇറാനിലേക്കുള്ള വിമാന സർവീസുകളും റദ്ദാക്കുകയും അവിടെയുള്ള തങ്ങളുടെ പൗരന്മാരോട് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, അമേരിക്കൻ സൈന്യവും അതുപോലെ തന്നെ ഇസ്രായേലിന്റെ സൈന്യം അവിടെയുള്ള തങ്ങളുടെ ജനതയോട് എങ്ങനെ സുരക്ഷിതരായിരിക്കണമെന്നും യുദ്ധമുണ്ടായാൽ എന്തൊക്കെ ചെയ്യണമെന്നും ഭക്ഷണവും അവശ്യ വസ്തുക്കളും ഒക്കെ കരുതേണ്ടതിന്റെ ആവശ്യകതയും ഒക്കെ അതിനെ സംബന്ധിച്ച് ജനങ്ങൾക്ക് കൃത്യമായ അറിവ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് എന്തായാലും രാജ്യം വ്യക്തമായ ഒരു ആക്രമണത്തിന് തയ്യാറായെടുക്കുന്നുവെന്നും അതിന് തിരിച്ചടിക്ക് ഇസ്രായേൽ ഒരുങ്ങും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. എന്തായാലും ഇസ്രായേലിന്റെ മുഴുവൻ സന്നാഹവും ഉപയോഗിച്ചുകൊണ്ട് ഇറാനെ ചെറുക്കുവാനും പരാജയപ്പെടുത്തുവാനും ഇസ്രായേൽ ശ്രമിക്കുമ്പോൾ എന്ത് വില കൊടുത്തും തങ്ങൾക്കുണ്ടായ നഷ്ടത്തിന് തിരിച്ചടി കൊടുക്കുവാൻ തന്നെയായിരിക്കും ഇറാന്റെ ശ്രമം എന്നുള്ളത്. എന്നാൽ ഈ വിഷയത്തിലൊക്കെ മറ്റു രാജ്യങ്ങൾ എത്രത്തോളം ഇടപെടും എന്നുള്ളതാണ് ലോകം ആശങ്കയോടെ കാണുന്നത്. ഇന്ത്യയും അതുപോലെ തന്നെ ഇറാനും തമ്മിൽ വലിയ വാണിജ്യ കരാറുകളൊന്നും നിലനിൽക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ ഇടപാടുകളൊന്നും ഇല്ല എന്നുള്ളത് കൊണ്ടും
നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ അവരുടെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ വിദേശ നിക്ഷേപം വളരെ കുറവായതുകൊണ്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെങ്കടൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഈ പറയുന്നത് പോലെ ചരക്കുമായി ബന്ധപ്പെട്ട ചില വ്യാപാരത്തെ സ്വാധീനിക്കുമെങ്കിലും മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. എങ്കിലും ലോകം ഒന്നായിരിക്കും ആഗോള ഗ്രാമമായി മാറിയിട്ടുള്ള ഈ സാഹചര്യത്തിൽ എവിടെ ഉണ്ടാകുന്ന പ്രശ്നവും തങ്ങളുടെ പ്രശ്നങ്ങളായി മാറും എന്നുള്ളതുകൊണ്ട് ലോകത്തിൽ വളർന്നു വരുന്ന ഈ ആശങ്കയുടെ മുൾമുനയിൽ നിന്നുകൊണ്ടുള്ള അന്തർദേശീയ രാഷ്ട്രീയവും ദിനം പ്രതി നമുക്ക് അത്ര നല്ല സൂചനകളല്ല നൽകുന്നത്. എന്തായാലും സമാധാനവും സന്തോഷവും പുലരേണ്ടുന്നതിന് പകരം നിരന്തരം വർദ്ധിച്ചു വരുന്ന ഈ സംഘർഷങ്ങൾ ഒരുപക്ഷെ ഐക്യരാഷ്ട്ര സംഘടനയുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് മാറുകയാണ്. എന്തായാലും ലോകത്തിലെ പ്രബല ശക്തികൾ ഒന്നിച്ച് ഇസ്രായേലിന്റെ നേതൃത്വത്തിൽ ഇറാനെ ചെറുക്കാൻ ഒരുങ്ങുമ്പോൾ എന്ത് വില കൊടുത്തും വിജയിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ കനത്ത തിരിച്ചടി നൽകുമെന്നുള്ള ഉറച്ച അഭിപ്രായത്തോടുകൂടി ഇറാൻ ഒരുങ്ങുന്നതായി തന്നെയാണ് വാർത്തകൾ. എന്തായാലും സംഘർഷമൊഴിയട്ടെ, ലോകം സമാധാനപൂർണ്ണമാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാൻ മാത്രമാണ് കഴിയുക. കാരണം ഇവിടെ വിഷയങ്ങൾ പലതും ആഭ്യന്തരവൽക്കരിക്കപ്പെട്ടുള്ള വിഷയങ്ങളാണ്. അന്തർദേശീയ ചിലരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയുള്ള മത്സരമാണ് അവിടെ നടക്കുന്നത്. ഒരിടത്ത് വർഗീയതയുമായി ബന്ധപ്പെട്ട അവരുടെ ഫണ്ടമെന്റൽ ജനവിഭാഗങ്ങളെ ഏതാണ്ട് തൃപ്തിപ്പെടുത്തുവാനാണ് ശ്രമിക്കുന്നതെങ്കിൽ മറുഭാഗത്ത് അന്തർദേശീയ രംഗത്ത് തങ്ങളുടെ അധികാരവും ശക്തിയും നിലനിർത്തുന്നു എന്ന് കാണിക്കുവാൻ വേണ്ടി തന്നെ ഇത്തരം തരത്തിലുള്ള വർഗീയ വിഘടനവാദികളുടെ ശ്രമങ്ങൾക്ക് തങ്ങൾ ഉറച്ച മറുപടി നൽകും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അമേരിക്കയും ഇസ്രായേലും ഒക്കെ നീങ്ങുന്നത്. എന്തായാലും ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ലോകം ഇനിയൊരു മഹായുദ്ധത്തിലേക്ക് ഇതിലൂടെ പോകാൻ സാധ്യതയുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഇല്ല എന്ന് തന്നെയാണ് ഉത്തരമെങ്കിലും ധാരാളം ജനങ്ങളുടെ ജീവനും സ്വത്തും നഷ്ടമാകുന്ന ചെറിയ ചെറിയ സംഘർഷങ്ങളിലേക്ക് ഇത് വഴിതെളിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നിങ്ങളോടൊപ്പം ഞാനും ആശങ്കയിലാണ് ഇക്കാര്യത്തിൽ.